ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ കടിച്ചു കൊന്നതോടെ ഭീതിയിലാണ് കാളികാവിലെ അടയ്ക്കാക്കുണ്ടുകാർ. ടാപ്പിംഗ് ജോലിക്കിടെ കടുവ കഴുത്തിലേക്ക് ചാടി വീണ് ഗഫൂറിനെ വലിച്ചുകൊണ്ടുപോവുകയായിരുന്നുവെന്ന് ഗഫൂറിന്റെ കൂടെയുണ്ടായിരുന്ന ടാപ്പിംഗ് തൊഴിലാളി സമദ് പറയുന്നു. ഗഫൂറിന് നിലവിളിക്കാൻ പോലും ആകാത്ത തരത്തിൽ കടുവയുടെ പിടിവീണപ്പോൾ ചെറിയ ശബ്ദം മാത്രമേ പുറത്തു വന്നുള്ളൂവെന്നും താൻ പേടിച്ച് ഒച്ചവെച്ചുവെന്നും അദ്ദേഹം പറയുന്നു. അടുത്ത് വീടില്ലാത്തതിനാൽ ഫോൺ വിളിച്ചാണ് ആളെ കൂട്ടിയത്. ചോരപ്പാട് പിന്തുടർന്നു പോയാണ് മൃതദേഹം കണ്ടെത്തിയതെന്നും അദ്ദേഹം പറയുന്നു. തോട്ടത്തിൽ നിന്ന് 200 മീറ്റർ അകലെ നിന്നാണ് ഗഫൂറിന്റെ മൃതദേഹം ലഭിച്ചത്. ഞങ്ങൾ തെരഞ്ഞു പോയതായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഈ കൂട്ടുകാരൻ താഴെ റാട്ടിയിൽ നിൽക്കുന്നുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഇന്ന സ്ഥലത്ത് നിന്ന് ഉഞ്ചടുത്തു നിന്നാണ് പിടിച്ചു കൊണ്ടുപോയതെന്ന് അയാൾ പറഞ്ഞു. ആയുധം എന്തെങ്കിലും ഇല്ലാതെ പോകണ്ട, നമുക്ക് ആക്രമിക്കാൻ സാധ്യത ഉണ്ട് കാരണം എന്തായാലും ഞങ്ങൾ ആയുധമൊന്നുമില്ല. ഞങ്ങൾ ഒച്ചമുള്ളി ഇട്ട് കണ്ട് കൂക്കി വിളിച്ച് അങ്ങനെ ചെന്നപ്പോൾ അതിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയ പാട് കാണാണ്ട് ആ പാടിലൂടെ ഞങ്ങളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ചെന്ന് കിടക്കുമ്പോഴാണ് താഴത്തെ ഒരു പ്ലേറ്റ് വാർത്തിൽ ഇയാൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. മലദ്വാരത്തിൻ്റെ ഭാഗം കടിച്ച് തിന്നിട്ടുണ്ട്. പിന്നെ ഈ ചെവിൻ്റെ ഇവിടെ ഇങ്ങനെ കടിച്ചിട്ട് ഈ ചെവിൻ്റെ ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. കഴുത്തിൽ ഇങ്ങനെ ആഴത്തിലുള്ള മുറിയുണ്ട്. പോണ വഴിക്ക് ചോരയൊക്കെ ഉണ്ടായിരുന്നു. പാൻറ് ഊരി കാലയിൽ തന്നെ കിടക്കുന്നുണ്ട്. ഊരി പോയിട്ടില്ല. ഷൂ ഒക്കെ കാൽമേൽ തന്നെ ഉണ്ട് ആൾക്ക്. റബ്ബർ, കവുങ്ങ്, ജാതി ഉൾപ്പെടെ കൃഷി ചെയ്യുന്ന ഈ മേഖലയിൽ 500-ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. പ്രദേശത്ത് നേരത്തെ തന്നെ കടുവയുടെ സാന്നിധ്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. വളർത്തുമൃഗങ്ങളെ കടുവ കൊണ്ടുപോയിട്ടുണ്ടെന്നും ഇവയുടെ തലയോട്ടി ഉൾപ്പെടെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആടുകളെ തുടർച്ചയായി കാണാതായതോടെ വനംവകുപ്പിൽ വിവരമറിയിക്കുകയും ചെയ്തിരുന്നു. 3 വർഷം മുൻപ് വിവരമറിയിച്ചിട്ടും വനംവകുപ്പ് അനാസ്ഥ തുടരുന്നതാണ് മനുഷ്യജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ വർഷം എൻ്റെ 3 ആടിനെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ലാബിൻ്റെ ഒരു പട്ടി ഉണ്ടായിരുന്നു, അതിനെ കൊണ്ടുപോയി വീട്ടിൽ വന്നുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ അധികൃതരൊക്കെ വേണ്ട രീതിയിൽ അറിയിക്കുകയൊക്കെ ചെയ്തതാണ്. പഞ്ചായത്ത് മെമ്പറുടെ സാന്നിധ്യത്തിൽ ഒരു ഒപ്പ് ശേഖരണം നടത്തി. പിന്നെ അത് ഫോറസ്റ്റ് ഓഫീസിൽ കൊടുത്തു. അതിനുശേഷം പിന്നെ അതിനൊരു യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങളൊക്കെ തൊഴിലുറപ്പ് പോകുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾക്ക് പേടിയുണ്ട്. എന്നാലും ഞങ്ങൾ കൂട്ടത്തോടെ ആളുണ്ടായതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ധൈര്യത്തിൽ നിൽക്കും. എല്ലാവരും പറയും അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ 2 ആഴ്ച മുന്നേ അവിടെ പട്ടിനെ കൊണ്ടുപോയി പുറത്ത് കിട്ടുന്നു. ശാശ്വതമായ ഒരു പരിഹാരം കാണാതെ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. പലതവണ അധികാരികളോട് സൂചിപ്പിച്ചിട്ടും അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു പരിഹാരവും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. അന്ന് തന്നെ നാട്ടുകാർ സൂചിപ്പിച്ചതാണ് വന്യമൃഗങ്ങൾ ശല്യം അതിരൂക്ഷമാണ്. മാത്രമല്ല വളർത്തുമൃഗങ്ങളെയും ആട്, നായി പോലെയുള്ള മൃഗങ്ങളെ ആക്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മനുഷ്യന്റെ മേക്കെട്ട് കയറുന്ന അല്ലെങ്കിൽ മനുഷ്യനെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതിന് മുമ്പ് പരിഹാരം കാണണമെന്നും കൂട് സ്ഥാപിക്കണമെന്നും ഇതിനെ പിടികൂടണമെന്നും നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പരാതികളും ഇവിടുന്ന് പോയിട്ടുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ ഗഫൂറിന്റെ കുടുംബത്തിന് ഉടൻ ലഭ്യമാക്കും. ബാക്കി തുക നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നൽകും. ഗഫൂറിന്റെ ഭാര്യയ്ക്ക് താൽക്കാലിക ജോലി നൽകാനും കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിരം ജോലി നൽകാനും ശുപാർശ ചെയ്യുമെന്നും DFO ധനിക് ലാൽ വ്യക്തമാക്കി. ഇദ്ദേഹം ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ്. വീട്ടിൽ ഭാര്യയും 3 മക്കളും സുഖമില്ലാത്തൊരു അമ്മയാണുള്ളത്. ഇതിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ താൽക്കാലികമായി വനംവകുപ്പിൽ ജോലി നൽകുവാനും അദ്ദേഹത്തിന്റെ ആശ്രിതർക്ക് സ്ഥിരമായി സർക്കാരിലേക്ക് നിയമനം കിട്ടുന്നതിന് വേണ്ടി ഒരു ശുപാർശ സമർപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്.